ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്ന കിച്ചനെ കുറിച്ചാണ്. കിച്ചന്റെ ഒരു ട്രെൻഡിങ് ഡിസൈനിനെ കുറിച്ചും എന്തൊക്കെ മെറ്റീരിയൽസ് കൊണ്ട് കിച്ചൺ ചെയ്യാമെന്നതിനെ കുറിച്ചാണ്. ഞാൻ KG ഫ്രാൻസിസ്, ഹോം ടെക്കിന്റെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കിച്ചണിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പുതിയ ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് സിങ്കുകളിലെല്ലാം. സിങ്കുകളിൽ സാധാരണ നമ്മളെല്ലാം കണ്ടിരിക്കുന്ന ഒരു കോമൺ ഡിസൈൻ ഉണ്ട്, ഒരു എന്താ പറയുക, ഒരു SS ഫിനിഷിന്റെ അല്ലേ. സിങ്കുകളിൽ ഡബിൾ വാൾ വിത്ത് ഡ്രെയിൻ, അതായത് നമുക്ക് വേണമെങ്കിൽ പച്ചക്കറിയോ മറ്റു സാധനങ്ങളൊക്കെ ഇതിനുള്ളിൽ വേണമെങ്കിൽ എടുത്ത് വെച്ചിട്ട് അവിടെ ഇട്ട് കഴുകാം. അതേപോലെ തന്നെ ഇത് ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട്, ബ്ലാക്ക് മാറ്റ് ഫിനിഷ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതുപോലെ ഒരുപാട് ഫിനിഷസ് വരുന്നുണ്ട്. ഇതിൽ തന്നെ നോക്കാൻ നേരത്ത് ഒരു ഡ്രെയിൻ ബോർഡും ഉണ്ട്. അത് കൂടാതെ തന്നെ ഒരു വലിയൊരു സിംഗിൾ ബോൾ, അതായത് വലിയ, എനിക്കൊന്ന് 24-18 അങ്ങനെ സൈസ് വരുന്ന ഒരു വലിയ ബോൾ. അത്യാവശ്യം നമുക്ക് വലിയ പാത്രങ്ങളൊക്കെ കഴുകാൻ സാധിക്കും. നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്ന രീതിയിലുള്ള ഒരു സിങ്ക്, ഇതും 24-18 തന്നെയാണ് കേട്ടോ. വലിയ പാത്രങ്ങളെല്ലാം കഴുകാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. പിന്നെ ഉള്ളത് ഇതേപോലെ തന്നെയാണെങ്കിൽ സിംഗിൾ ബോളാണ്. അതിന് നമുക്ക് ഈ പച്ചക്കറി മറ്റു സാധനങ്ങൾ കഴുകാൻ വേണ്ടി മാത്രമായിട്ട് ഇതുപോലത്തെ ഒരു എക്സ്റ്റൻഷൻ കിട്ടും. ഇത് നമുക്ക് എടുത്ത് മാറ്റുകയും ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ വെച്ച് തന്നെ നമുക്ക് കഴുകി കഴിഞ്ഞാൽ ഈ വെള്ളം അടിയിലൂടെ ഊർന്ന് നേരെ ഇത് ഡ്രെയിൻ ഔട്ട് ആയിക്കോളും. കിച്ചണിനെ കുറിച്ച് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഇന്റീരിയർ ഡിസൈനറായ ഡയാന എന്ന് ഇവിടെ ഉള്ള നമ്മളോട്. ഡയാന, ഇതിന്റെ ഓരോ ഫിനിഷിനെ കുറിച്ചും അതിന്റെ ഓരോ ഘടകങ്ങളെ കുറിച്ചും ഒന്ന് പറഞ്ഞുതരാമോ? ഇത് നമ്മുടെ എൻട്രി ലെവൽ കിച്ചൺ ആണ്. അലോയ് കോട്ടഡ് സ്റ്റീലിലാണ് ഈ മേക്ക് വന്നിരിക്കുന്നത് കിച്ചണിന്റെ. ഇതിന്റെ കാർക്കേസ് എല്ലാം നമ്മൾ അലോയ് കോട്ടഡ് സ്റ്റീലിലാണ് ചെയ്തേക്കുന്നത്. സ്റ്റീൽ കോട്ടഡ് വിത്ത് മാഗ്നീഷ്യം സിങ്ക് ആൻഡ് അലുമിനിയം അലോയ്. ഇത് ഡ്യൂറബിൾ ആണ്, ലൈക്ക് വാട്ടർ പ്രൂഫ് ആണ്, ഫയർ റെസിസ്റ്റന്റ് ആണ്, ടെർമൈറ്റ് പ്രൂഫ് ആണ്. പിന്നെ നമ്മളൊരു വുഡൻ കിച്ചണിലേക്ക് വരുമ്പോൾ കാണുന്ന ഒരുപാട് പോരായ്മകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാനായിട്ട് ഈ ഒരു ACS കിച്ചണിന് പറ്റും. ഇത് നമ്മുടെ കാർല എന്ന് പറയുന്ന ബ്രാൻഡിങ്ങിലാണ് ഈ കിച്ചൺ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു പുതിയൊരു പ്രോഡക്റ്റ് തന്നെയാണ്, റെവല്യൂഷൻ ആണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ ഈ ചിമ്മിനി കൊടുത്തിരിക്കുന്നത്, ഈ ചിമ്മിനി ഒരു 60 സൈസ് ആയിരുന്നു അല്ലേ? ഇത് നമ്മളിപ്പോ ഡിസ്പ്ലേ കിച്ചൺ ആയതുകൊണ്ട് സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി 60 കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോ വേണമെങ്കിൽ നിങ്ങൾക്ക് 90 അല്ലെങ്കിൽ 110 ഒക്കെ ചെയ്യാൻ പറ്റും അല്ലെ? 90 വരെ നമുക്ക് ചെയ്യാൻ പറ്റും, എല്ലാ ബ്രാൻഡ്സും ചെയ്യാൻ പറ്റും. ഇത് ഏതാ മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നത്? ഇത് ഈ ഒരു കിച്ചണിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എൻറ്റയർലി ഇത് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ ACS മെറ്റീരിയൽ കൊണ്ടാണ്. പക്ഷെ അതിന്റെ ഒരു എസ്തെറ്റിക് വാല്യൂ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഷട്ടേഴ്സ് എല്ലാം വുഡൻ ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത്. അത് ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്തിരിക്കുന്നത്? പ്ലൈവുഡ് യൂസ് ചെയ്യാം, HDF യൂസ് ചെയ്യാം, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഫിനിഷിംഗ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് വരുത്താൻ സാധിക്കും. അതെ, ലാമിനേറ്റ് യൂസ് ചെയ്യാം, പെയിന്റ് യൂസ് ചെയ്യാം, ഗ്ലാസ്, ക്ലയന്റിന് ഏത് വേണമെങ്കിലും ഷട്ടേഴ്സ് കൊടുക്കാം. പക്ഷെ നമ്മൾ കിച്ചന്റെ കാർക്കേസ് എല്ലാം ഈ മെറ്റീരിയൽ കൊണ്ട് പ്രൊട്ടക്ട് ചെയ്യും. അതുപോലെ കിച്ചണൊക്കെ നിങ്ങൾക്ക് ഹൈജീനിക് ആയിട്ട് വേണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ബെസ്റ്റ് സാധനമാണ് ഇത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ കിച്ചണാണ് ഇത്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് തോന്നത്തില്ല, അതേപോലെ ഒരു ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ? ഇതിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരാമോ? ഇത് നമ്മുടെ മിഡ് ലെവൽ കിച്ചൺ ആണ്. ഇപ്പോ ആർക്കിടെക്ട്സ് എല്ലാം പ്രിഫർ ചെയ്യുന്ന ഒരു ഫേവറേറ്റ് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തേക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. നമ്മൾ യൂഷ്വലി കൊമേഴ്ഷ്യൽ കിച്ചൺസിലാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ കണ്ടുവരുന്നത്. പക്ഷെ അത് നമ്മൾ റെസിഡൻഷ്യലിലേക്ക് കൺവേർട്ട് ചെയ്തേക്കാണ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിച്ചൺ വളരെ ഡ്യൂറബിൾ ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും. പക്ഷെ അതിന്റെ എസ്തെറ്റിക് വാല്യൂ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ അതുകൊണ്ടാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മള് ചെയ്തേക്കുന്നത്. ലൈക്ക് ഈ SS കിച്ചൺ അത് തുറന്നു കഴിയുമ്പോഴാണ് ഇത് SS കിച്ചൺ ആണ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണെന്ന് മനസ്സിലാവും. ഇത് നമുക്ക് ഡോസ് ഇപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്ന PU ഫിനിഷിലാണ്, മാറ്റ് ഫിനിഷ് ആണ്. നമുക്കിത് ഗ്ലോസ് യൂസ് ചെയ്തിരിക്കുന്നതിന് പോളിയൂറിത്തീൻ PU കോട്ടിംഗ് ആണ്. PU കോട്ടിംഗ് അല്ല ഞാൻ ചോദിക്കുന്നത്, ഈ മെറ്റീരിയൽ എന്താ യൂസ് ചെയ്തിരിക്കുന്നത്? സെയിം തന്നെയാണോ? HDF ഇതും സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെ? ഓ അത് ശരി. സ്റ്റെയിൻലെസ് സ്റ്റീൽ നമ്മൾ ഒരു അലോയ് കോട്ടിംഗ് ചെയ്തിട്ട് അതിന് മേലെ പ്രൈമറും ഫസ്റ്റ് കോട്ട് ആൻഡ് സെക്കൻഡ് കോട്ട് ഫിനിഷ് ചെയ്തേക്കുവാണ്. ഇതിപ്പോ മാറ്റ് ഫിനിഷ് ആണ്, ബ്ലാക്ക് മാറ്റ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്.
ഇതപ്പോ എന്ത് മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നത് ഇതില്? ഇത് സെറാമിക് ടൈലാണ്. സെറാമിക് ടൈലാണ്. ഓ അത് ശരി. ടൈല് നമ്മള് സാൻഡ്വിച്ച് ചെയ്ത് പേസ്റ്റ് ചെയ്തിരിക്കുവാണ് അലൂമിനിയം ഷട്ടേഴ്സിലേക്ക്. ഓ അത് ശരി, അത് ശരി, അത് ശരി. സ്റ്റോൺ ലാമ്പ് പറയുന്ന ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനും ഏത് കോമ്പിനേഷൻസ് വേണമെങ്കിലും നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇവൺ സെറാമിക് ടൈൽ ആയതുകൊണ്ട് തന്നെ ഏത് കോമ്പിനേഷനിലേക്കും ഇത് കൊണ്ടുവരാൻ പറ്റും അല്ലെ? ഗ്ലാസ് യൂസ് ചെയ്യാം നമുക്ക്. പിന്നെ ഇതിപ്പോ സ്റ്റോൺ ലാമ്പ് എന്നുള്ളത് ഒരു ഓപ്ഷൻ ആണ്. നമുക്ക് ആക്രിലിക് യൂസ് ചെയ്യാം, ഗ്ലാസ് യൂസ് ചെയ്യാം, ഏത് ഫിനിഷിലേക്കും ഇതിനെ കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ഇതിന്റെ ബേസ് എല്ലാം SS തന്നെയാണ് അല്ലെ? പിന്നെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ കാർ കേസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് ജോയിന്റ്ലെസ് ആണ്. ഓ ഓ ഓ ഓ ഓ ഓ. ഇവിടെ ജോയിന്റ്സ് ഇല്ല, ജോയിന്റ് ഫ്രീ ആണ്, സീംലെസ് ആണ്. അപ്പൊ വാട്ടർ സീപ്പേജ് മാക്സിമം നമുക്ക് കുറയ്ക്കാൻ പറ്റും, ഒഴിവാക്കാൻ സാധിക്കും. SS കിച്ചണില് നമ്മള് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ നോയ്സ് ആണ്. ബട്ട് നമ്മള് സാൻഡ്വിച്ച് പാനൽസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഇത് നോയ്സ് ഫ്രീ ആണ്. ഇതൊരു ഇറ്റാലിയൻ കിച്ചൺ ആണല്ലോ അല്ലെ? ഇതിന്റെ ഒരു പ്രത്യേകത എന്താണ്? ഇത് ഇമ്പോർട്ടഡ് ആണ്. സ്പെഗ്നോൾ കിച്ചണി എന്നാണ് നമ്മുടെ ബ്രാൻഡ് നെയിം വന്നിട്ട്. ഇത് എൻറ്റയർ ഇമ്പോർട്ടഡ് ആണ്. ലൈക്ക് ഒരു ലക്ഷറി സെഗ്മെന്റിലേക്കാണ് ഈ കിച്ചൺ വരുന്നത്. ഈവൻ നമുക്ക് ഫ്രിഡ്ജിനൊക്കെ വേണമെങ്കിൽ ഇതിൽ ഇൻബിൽഡ് ആക്കി ചെയ്യാൻ പറ്റും അല്ലെ? അതെ. ടോൾ യൂണിറ്റ് വിത്ത് ഇൻബിൽറ്റ് റെഫ്രിജറേറ്റർ, ഇൻബിൽറ്റ് മൈക്രോവേവ്, ഫുഡ് വാർമർ, അങ്ങനെ നമുക്ക് ചെയ്യാം. ഇതും ഒരു ഇറ്റാലിയൻ കിച്ചൺ ആണ്. ഒരു കണ്ടംപററി സ്റ്റൈലൊക്കെ വേണ്ടവർക്ക് ബെസ്റ്റ് ആണ്. ഇതും ഇതിനെ കുറിച്ചൊന്ന് പറയാമോ? ഇത് ഗ്ലോസി ലാമിനേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ലാക്കർ ഫിനിഷ് എന്ന് പറയും. ലാക്കർ പെയിന്റ് ആണ്. സെവറൽ കോട്ട്സ് ഓഫ് പെയിന്റിങ് നമ്മുടെ റോബോട്ടിക് ഫാക്ടറി ഇറ്റലിയിൽ ചെയ്തിട്ട് അത് ഫിനിഷ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്ലോസി ഫിനിഷിലേക്ക് കൊണ്ടുവരുന്നത്. അതെ. യൂസ് ചെയ്യുന്നത് എഞ്ചിനീയർഡ് വുഡാണ്. എഞ്ചിനീയർഡ് വുഡാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ആക്സസറീസ് ബ്ലം ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ എനിക്ക് തോന്നുന്നു ഇതുപോലത്തെ ഇന്റൻഷൻ കുക്കേഴ്സ് ഒക്കെ നിങ്ങൾക്ക് എല്ലായിടത്തും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. കാരണം നമ്മുടെ വീടുകളിൽ പല വീടുകളിലും സോളാർ പാനൽസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലത്തെ ഇന്റൻഷൻസ് എല്ലാം യൂസ് ചെയ്യും. ഇന്റൻഷൻ കുക്കേഴ്സ് യൂസ് ചെയ്തുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഗ്യാസിന് ഓടി നടക്കണ്ട. ഇതും ഒരു ഇറ്റാലിയൻ കളക്ഷൻ തന്നെയാണ്. പക്ഷെ ഇതിനൊരു വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ലാമിനേറ്റ്സ് ആണ് യൂസ് ചെയ്തേക്കണെങ്കിലും ഇത് നമ്മളുടെ ഈ വിക്ടോറിയൻ സ്റ്റൈല് അതല്ലെങ്കിൽ യൂറോപ്യൻ സ്റ്റൈലില് വീടുകളൊക്കെ വെക്കുന്നവർക്ക് കിച്ചൺ ചെയ്യാൻ ഇതുപോലത്തെ ഒരു ഓപ്ഷൻ തന്നെയായിരിക്കും ബെസ്റ്റ് അല്ലേ? എന്താ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയാമോ? ഇത് ഫ്രെയിംഡ് ഷട്ടേഴ്സ് ആണ്, വിത്ത് ലാമിനേറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ PU ഫിനിഷിലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഒരു കൊളോണിയൽ സ്റ്റൈലിലേക്ക് വരുമ്പോൾ കൂടുതലും ഫ്രെയിംഡ് PU ഫിനിഷസ് ആണ് പ്രിഫർ ചെയ്യുന്നത്. ആ ഒരു ഫിനിഷിംഗ് കിട്ടുക എന്നുള്ളതാണ് ഇപ്പൊ ആക്ച്വലി അങ്ങനെയുള്ള വീടുകൾ വെക്കുന്നവർ ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ച്. അതെ, ലാമിനേറ്റ്സിൽ. അതിനൊരു നല്ലൊരു സൊല്യൂഷൻ ആണ് ഈ കാണുന്ന ഫ്രെയിംഡ് ലാമിനേറ്റ് ഷട്ടേഴ്സ്. അപ്പൊ അത് നമ്മുടെ സ്പെഗ്നോൾ കിച്ചണിന്റെ ഒരു വലിയൊരു സ്പെഷ്യാലിറ്റിയാണ്. പിന്നെ അത് നമുക്ക് കൊളോണിയൽ വിത്ത് കോണ്ടംപററി കോമ്പിനേഷനും കൊടുക്കാൻ സാധിക്കും. അതെ, മിക്സ് ആൻഡ് മാച്ച് ചെയ്യാം. ലൈക്ക് ഇതിപ്പോ ഒരു ലാമിനേറ്റ് ആണ്, ആന്റി ഫിംഗർ സോഫ്റ്റ് ടച്ച് ആണ് ഈ ലാമിനേറ്റ്. ഇത് നമുക്ക് ഫ്രെയിം ഷട്ടറിൽ കൊടുക്കാൻ സാധിക്കും, കോമ്പിനേഷൻ ആയിട്ട് കൊടുക്കാൻ സാധിക്കും.
അപ്പോൾ ഇന്ന് മൊത്തം കിച്ചനെ കുറിച്ചായിരുന്നു. നിങ്ങൾക്ക് ഒരുപാട് തരത്തിലെ ഡിസൈൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിനെക്കുറിച്ച് എന്തായാലും നിങ്ങളൊരു അഭിപ്രായം പറയണം. കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ വിലപ്പെട്ടാണ്. പുതിയ ട്രെൻഡുകളെ കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തിയായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ മനസ്സിലാവാതെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് അതിലൂടെ കമന്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ KG ഫ്രാൻസിസ്, സൈനിങ് ഔട്ട് ഫ്രം ഹോം ടെക്.